ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും ആ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേൺ ഒന്നുകൂടെ കാണിക്കാൻ പറഞ്ഞിട്ട്, അതുപോലെ നമ്മൾ ന്യൂസ് പേപ്പറിലാണ് അതിൻ്റെ പാറ്റേൺ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വൈറ്റ് പേപ്പറിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ 8 ഇയർ ഉള്ള ഒരു ബേബീൻ്റെ മെഷർമെൻ്റാണ്. അപ്പോൾ ഇതിൽ ആളുടെ ഷോൾഡർ വരുന്നത് 5.5 ഇഞ്ചാണ് വരുന്നത്, അതായത് 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കൂടി ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അത് നമ്മൾ 5.5 ഇഞ്ചാണ് നമ്മുടെ ആക്ച്വൽ ആ ഒരു ഷോൾഡറാണ് നമ്മളവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കും കൂടി വേണം. നമുക്കിവിടെ റൗണ്ടായിട്ട് വരുന്നത് 13 ഇഞ്ചാണ്. ആ ഒരു 13 ഇഞ്ച് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അളവ് മതി. ഇനിയിപ്പോൾ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമ്മളൊരു 1/2 ഇഞ്ചും കൂടി താഴോട്ട് വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ആ ടോപ്പിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് അടിച്ചു പോകാനും മടക്കി അടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേസ്റ്റ് റൗണ്ട് 6 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും ഈ സെയിം മെഷർമെൻറ്റാണ് വരിക. ഇതിൽ നമ്മൾ ബാക്ക് ഭാഗം നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് ബാക്കിൽ ഓപ്പണിങ് കൊടുക്കേണ്ട കാരണം. അപ്പോൾ അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ വിഡ്ത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിലും നമ്മൾ 8 ഇയർ ആണെങ്കിലും നമ്മൾ 2.5 ഇഞ്ച് തന്നെയാണ് ഇവിടെ നമുക്ക് നെക്ക് വിഡ്ത്തായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. നെക്ക് ലെങ്ത്തായിട്ട് 4.5 ഇഞ്ച് തന്നെയാണ് നെക്ക് ലെങ്ത്തായിട്ട്, ഫ്രണ്ട് നെക്ക് ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 പോയിൻറ്റ്സ് ഒന്ന് നമുക്കൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഏത് ഏജിലുള്ളവർക്കാണെങ്കിലും അവരുടെ നോർമൽ മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്താൽ മതിയാവും. സെയിം അല്ല, നമ്മളിപ്പോൾ ഏജിനനുസരിച്ചിട്ട് ഈ നെക്കിൻ്റെ ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് നമ്മളെടുത്തിട്ടുള്ളത് 4.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കോളറിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. വേണം നമുക്കത് 3 ഇഞ്ചായിട്ടും എടുക്കാം. കുട്ടികളുടെ സൈസിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 2.5 ഇഞ്ച് തന്നെയാണ് കോളറിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ 1 ഇയറിലുള്ള ഒരു നെക്കിൻ്റെ മെഷർമെൻറ്റും കൂടി ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് 8 ഇയറിലുള്ള മെഷർമെൻറ്റാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു ഹാർട്ട് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഈ ഒരു ഫ്രണ്ടിൻ്റെ നെക്ക് ലൈൻ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ടൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആ ഒരു ഹാർട്ട് ഷേപ്പ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അത് നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു പോയിൻറ്റിലേക്കായിട്ട് വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഇതിലധികം കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഇല്ല. ഏതൊരു സൈസിലും നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓരോരുത്തരുടെ സൈസ് മാത്രമാണ് ഇതിലൊരു ചേഞ്ച് ആയിട്ട് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോളാണ്, അപ്പോൾ അതൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും സെയിം ആയിരിക്കില്ല. അപ്പോൾ വലിയവർക്കാവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം ഞാൻ ചെറിയ കുട്ടികളുടെ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് 8 ഇയറിൻ്റെ മെഷർമെൻറ്റാണ്. ഒരു 6, 7, 8, 9 ഒക്കെ ഏകദേശം ഈ ഒരു ഇതിൽ കറക്റ്റായിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ നല്ല തടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1/2 ഇഞ്ചൊക്കെ നെക്ക് വിഡ്ത്തോ ലെങ്ത്തൊക്കെ കൂട്ടിക്കൊടുക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഐഡിയ പോലെ നമ്മൾ നോർമലി ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു അളവിനനുസരിച്ചിട്ട് ചെറിയ മാറ്റം കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മൾ ആ ഒരു മുകൾ ഭാഗത്തെ ആ ഒരു ഷേപ്പും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡാർക്ക് ചെയ്ത് വരയ്ക്കുകയാണ്. നമുക്ക് ഈ മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റ്സും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഈ ലൈൻസൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇത് 8 ഇയറിലുള്ള ഒരു മെഷർമെൻറ്റാണ്. ഷോൾഡർ വരുന്നത് 11 ഇഞ്ച്. അതുപോലെ ചെസ്റ്റ് റൗണ്ട് 27,
വേസ്റ്റ് റൗണ്ട് 24 ആ ഒരു അളവിലുള്ള ഒരു മെഷർമെൻ്റാണിത്. പാറ്റേൺ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പാറ്റേണിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടിട്ട് വേണം നമ്മൾ മെയിൻ ക്ലോത്തിലൊക്കെ കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ അത് തികയാതെ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നെക്കിൻ്റെ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ഭാഗം ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഭാഗമൊക്കെ ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടിട്ട് വേണം നമ്മളെപ്പോഴും കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അളവിലേക്കായിട്ട് വന്നോളും. ഇപ്പം നമ്മൾ ഇത് കറക്റ്റായിട്ട് ഈ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തപ്പോൾ തുടങ്ങിയിട്ട് അതിൻ്റെ വീഡിയോ കാണിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റായത്. ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് 1 ഇയറിലുള്ള ആ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിപ്പോൾ ഞാൻ കറക്റ്റ് അതിൻ്റെ ഒരു സൈസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നെക്കിൻ്റെ മാത്രമാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. 1 ഇയറിൽ ഇത്രയും ചെറിയ ടോപ്പല്ല നമ്മൾ ഉള്ള ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. 4.5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അതിൽ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആം ഹോളും ചെസ്റ്റ് റൗണ്ടും എല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത് 2 ഇഞ്ചാണ്. അതുപോലെ നമ്മൾ ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് 3.5 ഇഞ്ചാണ്. നമ്മൾ അടിച്ച് വരുമ്പോൾ അത് 3 ഇഞ്ച് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തേക്കാണ്. 2 ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ കോളറിനായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇയറിലുള്ള ബേബിയുടെ മെഷർമെൻ്റാണ് ഇപ്പോൾ പറയുന്നത്. ഇനി നമ്മൾ ആ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ അവിടെ നമ്മൾ നേരത്തെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇവിടെ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ആ ഒരു ഷേപ്പ് ഹാർട്ട് ഷേപ്പ് പോലെ വരച്ച് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ലൈനിലേക്കായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നെക്ക് ലൈനിൽ നിന്ന് ഈ ഒരു ഷേപ്പും കൂടി വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു സെയിം മെഷർമെൻറ്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടിട്ട് വേണം നമ്മൾ മെറ്റീരിയലിൽ കട്ട് ചെയ്യുമ്പോൾ. കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറിച്ചടിക്കുമ്പോൾ ഒക്കെ അത് കുറവായിട്ട് വരും. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് നമ്മൾ 1 ഇയറിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഇനി ഈ സെയിം പാറ്റേൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പാറ്റേൺ ചോദിച്ച കാരണം കൊണ്ട് അധികം ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് വേണം എന്നൊക്കെ കമൻറ്റിൽ വീണ്ടും വീണ്ടും ആൾ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനി എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക് യു.